സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്രൂക്കിനെ കുറിച്ചാണ്. നമ്മുടെ ബ്രൂക്കിൻ്റെ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ റിവീൽ ആയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നമ്മൾ ബ്രൂക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ ബ്രൂക്ക് ഏത് ക്ലാൻ മെമ്പറാണ്, അതുപോലെ ബ്രൂക്കിൻ്റെ പാസ്റ്റിൽ നമ്മൾ മിസ് ചെയ്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ ഇതറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 10K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാലും നമുക്കത് പെട്ടെന്ന് തന്നെ അടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ ബ്രൂക്കിൻ്റെ പേരൻസിനെ കുറിച്ച് നമ്മുടെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ഇതുവരെ കാണിച്ചിട്ടില്ല. ബ്രൂക്ക് പറയുന്നുണ്ട് എനിക്ക് അച്ഛൻ, അമ്മ, ഒരു ബ്രദറും ഉണ്ടെന്ന്. ഇനിയിപ്പോൾ ബ്രൂക്കിൻ്റെ 2 ബാക്ക് സ്റ്റോറി ഓൾറെഡി കാണിച്ച് ഇതിലിപ്പോൾ ബ്രൂക്കിൻ്റെ പേരൻസിനെയും അതുപോലെ തന്നെ ബ്രദറിനെ കുറിച്ച് പറയുന്നുണ്ടെന്നല്ലാതെ അവരെ റിവീൽ ചെയ്യുന്നില്ല. അതിനർത്ഥം ഇനി ഒരു പക്ഷേ റിവീൽ ചെയ്യാതെ ഇരുന്നേക്കാം. ഈ ഒരു സംഭവത്തോടുകൂടിയാണ് ഈ തിയറി ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൂക്കിൻ്റെ ബ്രദർ നമ്മുടെ റോക്സ്റ്റി സെബക്കാണെന്നും പറഞ്ഞുകൊണ്ട്. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ബ്രൂക്കിൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോയും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, നമ്മുടെ ബ്രൂക്കിൻ്റെ ക്ലാൻ നെയിമോ അല്ലെങ്കിൽ സർ നെയിമോ ഒന്നും തന്നെ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പലരും പറയുന്നത് നമ്മുടെ ബ്രൂക്ക് ഒരു ഡേവി ക്ലാൻ മെമ്പർ ആവാൻ ചാൻസ് ഉണ്ടെന്നാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്രൂക്കിൻ്റെ ബ്രദറിനെ അവിടെ മെൻഷൻ ചെയ്തതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ബ്രൂക്കിൻ്റെ ബ്രദർ റോക്സ് ആവാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. പിന്നെ നമ്മുടെ ബ്രൂക്ക് റോക്സിനെ കുറിച്ച് ഒന്നും പറയാത്തതിനുള്ള കാരണം റോക്സ് പൈററ്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ ബ്രൂക്ക് ആ ഷിപ്പിൽ പെട്ടിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൂക്കിന് നമ്മുടെ റോക്സിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൂക്കിന് നമ്മുടെ റോക്സിനെ തപ്പി പോകാനും പറ്റിയിട്ടുണ്ടാവില്ല. കണ്ടാലല്ലേ ആളെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ റോജറിനെയൊക്കെ നമ്മുടെ ബ്രൂക്കിനെ അറിയാം. പിന്നെ റോജറിനെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റോക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലാണ്ട് ഡേവിഡ് ഡി സെബക്ക് എന്നുള്ള പേജല്ല നമ്മുടെ പൈററ്റ് ആയിരുന്ന റോക്സ് ഫേമസ് ആയിരുന്നത്. പിന്നെ ബ്രൂക്ക് അവിടെ നിന്ന് ഇറങ്ങിയ സമയമാകുമ്പോഴേക്കും നമ്മുടെ റോക്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും നമ്മുടെ വേൾഡ് ഗവൺമെൻറ് എറേസ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കും നമ്മുടെ ബ്രൂക്കിനും നമ്മുടെ റോക്സിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാതായി പോകുന്നത്. പിന്നെ നമ്മുടെ ബ്രൂക്കിന് ഒരു ബ്രദർ ഉണ്ട് എന്ന് നമ്മുടെ കൂടെ വെറുതെ റിവീൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അച്ഛനും അമ്മയും അത് മാത്രം പോരെ, പിന്നെ എന്തിനാ അതിനകത്തൊരു ബ്രദറിനെ കൂടെ ഇടിയുന്നത്? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റോക്സ് നമ്മുടെ ബ്രൂക്കിൻ്റെ ബ്രദർ ആവാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ അങ്കിളാണ് നമ്മുടെ ബ്രൂക്ക്. ആ ഒരു കാരണം കൊണ്ടാണ് അവരെ കാണാൻ ഏകദേശം സിമിലർ ആയിരിക്കുന്നതെന്നും പലരും പറയുന്നുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ സ്കിൻ കളേഴ്സ് ഒരു ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ബക്കനിയർ ആണെന്നും പറയാം. പിന്നെ ഇവരുടെ ഹെയർ സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം സിമിലാരിറ്റി നമുക്ക് കാണാൻ കഴിയും. റോക്സിൻ്റെതായിക്കോട്ടെ, ബ്രൂക്കിൻ്റെതായിക്കോട്ടെ, അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡിൻ്റെതായിക്കോട്ടെ, നല്ല സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. സോ ഈ ഒരു തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് 10K അടിക്കാൻ പറ്റൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.